എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര UAE തലസ്ഥാനമായ അബുദാബിയിലെ ബാബ്സ് മന്ദിറിലേക്കാണ്. അവിടെ 8 മണി വരെ ഉള്ളൂ സന്ദർശന സമയം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു 3:45 4 മണിയൊക്കെ ആയപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഒരു 5 മണിയൊക്കെ ആകാറാകുമ്പോൾ ഒരു 5 മണിക്ക് അവിടെ എത്താവുന്ന രീതിയിൽ നമ്മൾ വെച്ച് പിടിക്കുകയാണ്. ഫ്രണ്ടിൽ ചേച്ചിയും ഫാമിലി എല്ലാവരും അമ്മയും എല്ലാവരും ഉണ്ട്. അങ്ങനെ അവിടെ ചെന്നിട്ട് എല്ലാവരുമായിട്ട് മീറ്റ് ചെയ്യാം, അങ്ങനെ എല്ലാവരും പ്ലാൻ ചെയ്ത് ഇറങ്ങിയതാണ്. പിന്നെ UAE എത്തിയിട്ട് തേത്രിക്കോട്ടയും കൊണ്ടുള്ള ആദ്യത്തെ ദൂരയാത്രയാണിത് കേട്ടോ. പിന്നെ നമ്മളും ആദ്യമായിട്ടാണ് ഈ ഒരു അമ്പലത്തിലേക്ക് പോകുന്നത്. പിന്നെ നമ്മൾ അമ്പലത്തിൽ പോകുന്നതിന് മുമ്പേ തന്നെ രജിസ്റ്റർ ചെയ്തിട്ട് വേണം പോകാനായിട്ട്. ബാബ്സിൻ്റെ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ ആപ്പ് വഴിയോ നമുക്ക് വിസിറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളെല്ലാവർക്കും ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. അതായത് അവിടെ നമുക്ക് അതുപോലെ തിരക്കും കാര്യങ്ങളും ദിവസവും കൂടി വരുന്നതുകൊണ്ടാണ് ഈ ഒരു രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയേക്കുന്നത്. ഇതാ കണ്ടോ, അങ്ങ് അകലെ ഒരു മിന്നായം പോലെ നമ്മുടെ അമ്പലത്തിൻ്റെ ഗോപുരമൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ അമ്പലത്തിന് അടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ചേച്ചിയൊക്കെ നേരത്തെ അവിടെ ചെന്ന് നല്ല തിരക്കും ക്യൂ ഒക്കെ ഉള്ളതുകൊണ്ട് അവർ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് കയറിയിട്ടുണ്ട്. നമ്മളൊരു 5 മണി 5:15 ആയപ്പോഴത്തേക്കിനും എത്തിയിട്ടുണ്ട്. എത്തിക്കഴിഞ്ഞ് നല്ല തിരക്കായിരുന്നു ഇവിടെ. പുറത്ത് നല്ല വെയിലും ചൂടുമായിരുന്നു. പിള്ളേരൊക്കെ ഇത്രയും ദൂരം ആയതിൻ്റെ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ദേത്രിക്കുട്ടി ഉറക്കമായിരുന്നു. അവൾ ഉറക്കമൊക്കെ എണീറ്റ് അപ്പോൾ ഇനിയും പിള്ളേരെയൊക്കെ ഒന്ന് വെള്ളമൊക്കെ കൊടുത്ത് ഓക്കെ ആക്കി നമ്മൾ ക്യൂവിലേക്ക് കയറുവാണ്. ഇവിടെ വരുമ്പോൾ നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ ക്യൂ എന്ന് പറയുമ്പം കുറച്ച് ദൂരം നമ്മൾ ക്യൂ നിൽക്കേണ്ടി വരും. പിന്നെ കുട്ടികളൊക്കെ ഉള്ളവരെ കുഞ്ഞു പിള്ളേരൊക്കെ ഉള്ളവരെ കുറച്ച് നേരത്തെ നമ്മളെ മുന്നോട്ട് കയറ്റി വിടുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ചേച്ചിയൊക്കെ പുറയിലായിപ്പോയി, ഞങ്ങളെ കുറച്ച് മുന്നോട്ട് കയറ്റി വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ അമ്പലത്തിലോട്ട് അടുക്കും തോറും ഉള്ള വ്യൂ ഇങ്ങനെയാണ്. ആ ഒരു സൈഡ് വഴി ആൾക്കാർ പോകുന്നുണ്ട്, അതെങ്ങനെയാണെന്നറിയില്ല. പക്ഷെ നമ്മളിപ്പോൾ പോകുന്നത് രജിസ്റ്റേർഡ് വിസിറ്റേഴ്സിൻ്റെ ആ ഒരു ക്യൂ വഴിയാണ്. നല്ല തിരക്കാണ് കേട്ടോ. പിന്നെ മൺഡേയിൽ ഇവിടെ വിസിറ്റേഴ്സിന് പ്രവേശനമില്ല. ട്യൂസ്ഡേ ടു സൺഡേ ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെയാണ് സന്ദർശന സമയം. പിന്നെ എൻട്രി ഗേറ്റിൽ നമ്മുടെ എമിറേറ്റ്സ് ഐഡിയോ പാസ്പോർട്ടോ എന്തെങ്കിലും കാണിക്കേണ്ടി വരും. മാത്രമല്ല നമ്മൾ രജിസ്റ്റർ ചെയ്ത ആ ഒരു QR കോഡും അതും കാണിക്കണം. ഇനി നമ്മൾ നേരെ ചെക്കിങ്ങിലേക്കാണ് പോകുന്നത്. അവിടെ നമുക്ക് ഫോണൊന്നും അലൗഡ് അല്ല. പിന്നെ ബാഗ് വരെ സ്കാൻ ചെയ്തിട്ടേ നമ്മളെ അകത്തേക്ക് കയറ്റി വിടത്തുള്ളൂ. അങ്ങനെ സെക്യൂരിറ്റി ചെക്കിങ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ദാണ്ട അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ കാണുന്ന അമ്പലത്തിന്റെ സൈഡ് വ്യൂ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ ഇവിടുന്ന് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ UAE ആദ്യത്തെ ട്രഡീഷണൽ ഹിന്ദു ടെമ്പിളായ ബാബ്സ് ഹിന്ദു മന്ദിറിലെ കാഴ്ചകളിലേക്ക് പോവാം. ഇതാ കണ്ടോ, അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ ഒരു ഈവനിങ് ലൈറ്റിൽ ഈ ഒരു അമ്പലത്തിൻ്റെ ആ ഒരു ഭംഗി എത്രത്തോളം ആണെന്ന് നമുക്ക് പറഞ്ഞങ്ങനെ ആ ഒരു വൈബ് അത് എങ്ങനെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെന്ന് തോന്നില്ല. അത്ര ഭംഗിയിലാണ് കേട്ടോ. അപ്പോൾ അതാണ്ട് ഈ അമ്പലത്തിൻ്റെ 2 സൈഡിലായിട്ട് ഇതുപോലെ ഒരു വാട്ടർ പോൺസ് ഉണ്ട്. അപ്പോൾ എന്താ പറയുന്ന ഒരു രാജകീയ പ്രൗഢിയാണ് കേട്ടോ. ഞാൻ ഈ അമ്പലത്തിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ എങ്ങനെയാണ് എന്ന് കാണിച്ചു തരാം. പിന്നെ നമുക്ക് അവിടെയൊക്കെ പോയി ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു, അങ്ങോട്ടൊക്കെ പോയി. പക്ഷേ നമുക്ക് അതിനുള്ള സമയമില്ല, കാരണം തിരക്കൊക്കെ കൂടി വരുന്നതുകൊണ്ട് വേഗം തൊഴുതൊക്കെ ഇറങ്ങാം. അങ്ങനെ ആ ഒരു പ്ലാനിങ്ങിലായിരുന്നു. കയറുന്നതിന് മുന്നേ തന്നെ അമ്പലത്തിന് മുന്നിൽ നിന്നുകൊണ്ടൊരു ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് പോസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ദ്രോണക്കുട്ടനെ ആ ഏരിയയിലേക്ക് കിട്ടുന്നില്ല. പിന്നെ എനിക്ക് ഈ ഒരു ക്ഷേത്രം കാണുമ്പോൾ തന്നെ നമ്മുടെ അയോധ്യയിലെ രാമക്ഷേത്രം പോലൊക്കെയാണ് ഫീൽ ചെയ്യുന്നത്. നേരിട്ട് പോയി കണ്ടിട്ടില്ല, എന്നാലും വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളതുകൊണ്ട് ആ ഒരു ഇതാണ്. പിന്നെ ഇവിടെ ഇതുപോലെ നമുക്ക് ചെരുപ്പൊക്കെ വെക്കാനായിട്ട് ഇതുപോലെ ഒരു സെപ്പറേറ്റ് ഏരിയ തന്നെയുണ്ട്. അപ്പോൾ ദ്രോണക്കൂടെ നല്ല മിടുക്കനായിട്ട് എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ കൂടെ വന്ന ചേച്ചിയൊക്കെ അമ്പലത്തിൽ കയറിയിട്ടുണ്ട്. പിന്നെ പലരും പല ഭാഗങ്ങളിലായിപ്പോയി. ഇനിയിപ്പോൾ നേരെ നമ്മളിനി അമ്പലത്തിലേക്ക് കയറുവാണ്. അപ്പം ഈ ഒരു അമ്പലത്തിൻ്റെ പ്രത്യേകതയൊക്കെ ഒന്ന് ചെറിയ രീതിയിലൊക്കെ ഒന്ന് പറയാം. 3 നിലകളിലായിട്ടാണ് ഈ ഒരു ക്ഷേത്രം ഒരുക്കിയിരിക്കുന്നത്. ഇതുപോലെ 60 പടികളോളം കയറി ആണ് പ്രാർത്ഥനാ മണ്ഡപത്തിലേക്ക് എത്തുന്നത്. പിന്നെ അകത്തേക്ക് നമുക്ക് ഫോൺ അലൗഡ് അല്ല കേട്ടോ. വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും ഒന്നും അലൗഡ് അല്ല. ഇന്ത്യൻ സ്റ്റൈലിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 2024 ഫെബ്രുവരി 14 സ്വാമിനാരായൺ സംസ്ഥയാണ് അബുദാബിയിൽ ഈ ഒരു ക്ഷേത്രം 7 പ്രതിഷ്ഠകളാണ് കേട്ടോ ഉള്ളത്. അതിൽ കൃഷ്ണനും രാധയുണ്ട്, ശിവപാർവതിയുണ്ട്, സ്വാമി അയ്യപ്പനുണ്ട്, പിന്നെ 18-ാം പടി. പിന്നെ സ്വാമി അയ്യപ്പൻ്റെ വിഗ്രഹം പഞ്ചലോഹം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് കേരളത്തിൽ നിന്നുള്ള വിദഗ്ധരാണ്. കുട്ടനെ കയറ്റി എല്ലാം കാണിച്ചു കൊടുത്തു. അവന് പല സംശയങ്ങളായിരുന്നു അതിൻ്റെ അകത്ത് കയറിക്കഴിഞ്ഞ്. പിന്നെ ഭയങ്കര അത്ഭുതമാണോ, ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അവന്. അപ്പോൾ എല്ലാം കണ്ടു. അതുപോലെ തന്നെ ഇപ്പോഴും തിരക്ക്
അതുപോലെ തിരക്ക്, ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മുകളിൽ നിന്നും താഴേക്കുള്ളൊരു വ്യൂ. ഇനിയാണ് ഈ ക്ഷേത്രത്തിലെ നമ്മളെ ഇവിടെ പിടിച്ചു നിർത്തുന്ന, നമുക്ക് അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രത്യേകതയാണ് ഇവിടുത്തെ കൊത്തുപണികൾ. അടിമുടി കൊത്തുപണികളാണ്. നമുക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ആ ഒരു തോന്നലും അതിലും ഭംഗിയാണ് നമ്മൾ നേരിട്ട് കാണുമ്പോൾ. അതുകൊണ്ട് ഈ UAE-യിലെത്തുന്ന ആരും മിസ്സാക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. അത്രയ്ക്കും ഭംഗിയാണ്, നമ്മളത് മിസ്സാക്കരുത്, കാണേണ്ട ഒരു ക്ഷേത്രം തന്നെയാണിത്. ഈ ഒരു ക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചത് 2019 ഡിസംബറിലാണ് കേട്ടോ. പിന്നെ രാജസ്ഥാനിൽ നിന്നുള്ള പിങ്ക് മണൽക്കല്ലും ഇറ്റലിയിൽ നിന്നുള്ള മാർബിളും ഉപയോഗിച്ചാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചത്. ഈ കൊത്തുപണികളിൽ രാമായണം, ശിവപുരാണം, ഭാഗവതം, മഹാഭാരതം എന്നിവയിൽ നിന്നുള്ള കഥകളും പിന്നെ അറേബ്യൻ, ഈജിപ്ഷ്യൻ കഥകളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അബുദാബിയിലെയും ദുബായിലെയും പ്രധാന നിർമ്മിതികളായിട്ടുള്ള ബുർജ് ഖലീഫ, ഫ്യൂച്ചർ മ്യൂസിയം, പിന്നെന്താ നമ്മുടെ ദുബായ് ഫ്രെയിം, മോസ്ക്, അതൊക്കെ കൊത്തിവെച്ചിട്ടുണ്ട്. ഇവിടെ കാര്യമായിട്ട് ചേച്ചിയും പിള്ളേരുടെയൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇവിടെ പിന്നെ നമ്മുടെ പുറത്ത് എവിടെ വേണേലും നമുക്ക് വീഡിയോസ് എടുക്കുകയും ഫോട്ടോസൊക്കെ അലൗഡാണ് കേട്ടോ, എടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് കുറച്ച് കൊത്തുപണികളൊക്കെ കണ്ടിട്ട് വരാം. ഈ കൊത്തുപണികളൊക്കെ, ഇത്രയും കൊത്തുപണികളൊക്കെ എന്തൊരു അത്ഭുതമാണല്ലേ. നമ്മളാണ് ഏത് കാണണം, ഏത് എങ്ങോട്ട് നോക്കണമെന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ്. ഇഷറേനാണെങ്കിൽ ഈ ഒരു കൊത്തുപണി അങ്ങനെയുള്ള ആ ഒരു മേഖലയിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. അപ്പോൾ അത് കാരണം അത് കുറേ നേരം കുറേ സൂക്ഷ്മ നിരീക്ഷണവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തുകൊണ്ട് നമുക്കിങ്ങനെ ഷെയർ ചെയ്യാനും പറ്റിയിട്ടുണ്ട്. വരുവാണെങ്കിൽ ഈ ഒരു ഈവനിങ്, ഈ ഒരു ടൈമിൽ വേണം വരാനായിട്ട്. ഈ ഒരു ഈവനിങ് ടൈമിൽ ഈ ഒരു അമ്പലത്തിൻ്റെ ആ ഒരു ഭംഗി, ഒരു ആ ഒരു വൈബ്, ആ ഒരു ഫീലിങ്സ്, അതൊരു അനുഭവം തന്നെയാണ്. പിന്നെ ഈ കാണുന്ന ക്ഷേത്രത്തിന് ചുറ്റും കാണുന്ന ജലാശയം പുണ്യനദികളായ ഗംഗയെയും യമുനയെയും സരസ്വതിയെയും പ്രതിനിധാനം ചെയ്യുന്നു. അതുപോലെ ദീപാരാധനയൊക്കെ ഇവിടെയാണ് നടത്തുന്നത്. ക്ഷേത്രദർശനമൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മുടെ ആ പകൽ വെളിച്ചത്തിൽ നമ്മൾ കണ്ട ആ ഒരു ക്ഷേത്രം സന്ധ്യ ആവുമ്പോൾ നോക്കുമ്പോൾ കണ്ട മറ്റൊരു പ്രതീതിയാണല്ലേ. രാത്രിയുടെ ഭംഗിയിൽ നമ്മുടെ ഈ ഒരു ക്ഷേത്രം അങ്ങനെ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ തന്നെയുള്ള ഒരു ഫുഡ് കോർട്ട്, വെജിറ്റബിൾ ഫുഡ് കോർട്ടാണ്, അവിടെ കയറി. അവിടുത്തെ ആ ഒരു ഫുഡ് കോർട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചെങ്കിൽ അതിലെ ഇൻറ്റീരിയർ മൊത്തം ഉണ്ടാക്കിയിരിക്കുന്നത് തടി കൊണ്ടാണ്. പിന്നെ കുറച്ച് നേരമൊക്കെ അവിടെ സംസാരിച്ചൊക്കെ ഇരുന്നു. പിള്ളേരൊക്കെ കുറച്ച് നേരം അവിടെ ഇതിലേക്ക് ഓടിയൊക്കെ നടന്നു കഴിഞ്ഞ് എന്നാൽ തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇപ്പോഴും ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മളിനിയും തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു പ്രസാദം കിട്ടും, പയറും എന്തൊക്കെയോ മിക്സ് ചെയ്തിട്ടുള്ളൊരു പ്രസാദവും പിന്നെ വെള്ളവും കിട്ടും. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. അപ്പോൾ എനിക്ക് ഈ UAE-യിലുള്ള വിസിറ്റിങ്ങിന് വരുന്നവരായിട്ട്, ടൂറിന് വരുന്നവരായിട്ട് എല്ലാവരോടും പറയാനായിട്ട് ഉറപ്പായിട്ടും നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു ക്ഷേത്രമാണിത്. എൻ്റെ കാഴ്ചകളൊക്കെ ചെറിയ രീതിയിലാണെങ്കിൽ എല്ലാവരുമായിട്ടും ഈ ഒരു വീഡിയോസിലൂടെ ഷെയർ ചെയ്യാൻ പറ്റിയതിലും ഒരു സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു വ്ളോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.